ഇത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അപ്പൂവിന് ഓൾമോസ്റ്റ് ഒരു വയസ്സാവുന്നേ ഉള്ളൂ കേട്ടോ. ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പോണത് അക്ഷയകൽപ്പ എന്ന് പറഞ്ഞൊരു ഫാമിലിക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ ട്രാവലായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ റീച്ച് ആയതുകൊണ്ട് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. സോ ആ ഗൈഡാണ് നമ്മൾ ആ ഫുൾ ഏരിയ ചുറ്റി കാണിച്ചത്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ റീച്ച് ആയത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഡെമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഹണി ബീഡ് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡെമോ ആയിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയൊരു ബുള്ളക്കാട്ട് റൈഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ബുള്ളക്കാട്ട് റൈഡ് കയറുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നല്ല ബുള്ളക്കാട്ട് റൈഡ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കോക്കനട്ട് വാട്ടറൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചൊരു ഡെമോ ഉണ്ടായിരുന്നു. മിൽക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യുന്നത്, മിൽക്ക് എന്തൊക്കെ ടൈപ്പ്, ഒരു മിൽക്കിൻ്റെ വെറൈറ്റീസിനെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അതിനുശേഷം നമുക്ക് ലഞ്ച് ബ്രേക്ക് പോലെയാണ്. അപ്പോൾ ആ ലഞ്ചൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഹോംലി ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കൊപ്രയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ളതൊക്കെ കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ മെഷീൻ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അവിടെ എല്ലാം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഓയിൽ എക്സ്ട്രാക്ഷനിലിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. അതിനുശേഷം ഞങ്ങളെ കൊണ്ടുപോയത് ആ പശുത്തൊഴുത്തിലേക്കാണ്. കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് കൊടുക്കാം. അവർ തരുന്ന ഫുഡ് നമുക്ക് കൊടുക്കാം. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ആ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെയാണ് മിൽക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവർ കൈ കൊണ്ടല്ല പാലെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നിരുന്നു. പിന്നെ അവരുടെ അടുത്തുള്ളത് ഗ്യാസിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ബയോഗ്യാസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൽ മൈക്രോ ഓർഗാനിസം എന്തൊക്കെയാണ് ഇൻവോൾവ്, അതൊക്കെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ അവർക്ക് തന്നെ ഒരു ഓർഗാനിക് ഈ അഗ്രികൾച്ചർ ഫാം പോലൊരു സംഭവമുണ്ട്. അവിടെ നമുക്ക് ക്യാരറ്റ്, മിൻറ്റ് ലീവ്സ്, കൊറിയൻഡർ, പഴം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്താണോ ആവശ്യമുള്ളത് നമുക്ക് തന്നെ പ്ലക്ക് ചെയ്തെടുക്കാം. അതെങ്ങനെ പ്ലക്ക് ചെയ്യേണ്ടത് എല്ലാം അവർ പറഞ്ഞുതരും. ഈ മാങ്ങ ഇഞ്ചി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.